ഹായ് ഹലോ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് റിസപ്ഷൻ വ്ളോഗാണ്. നിങ്ങൾ വിചാരിക്കും ഈ പെങ്കൊച്ചിന് എന്നും ഇതേ ഉള്ളൂ എന്ന്. പതിവ് പോലെ എൻ്റെ അമ്മ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചു. ഹിയർ ഈസ് മൈ മോമി. ഇതാണ് എൻ്റെ അമ്മ. നിങ്ങൾക്ക് അറിയായിരിക്കും, എപ്പോഴും ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ നമ്മൾ പോകാൻ വേണ്ടി ആ കാറ് ഇറക്കുന്നു, അതായത് കാർ പോർച്ചിൽ നിന്ന് കാറ് ബാക്കിലോട്ട് റിവേഴ്സ് എടുത്ത് ഇറക്കുന്നു കേട്ടോ. ഇതെൻ്റെ കസിനാണ് ഓടിക്കുന്നത്. ഞാനും അവനും അമ്മയും കൂടാണ് പോകുന്നത്. ഇന്ന് അനിയൻ്റെ കൂട്ടുകാരൻ്റെ റിസപ്ഷനാട്ടോ. അവരുടെ കല്യാണം ഓൾറെഡി ഗുരുവായൂർ വെച്ച് നടന്നതാണ്. അപ്പം റിസപ്ഷൻ ഇവിടെ ഇന്ന് വൈകിട്ട് 3 മണി തൊട്ട് റിസപ്ഷനാണ്. നമ്മൾ വൈകിട്ടായിട്ട് പോകുന്നത്. അപ്പം യൂഷ്വലി നമ്മൾ കാറിൽ കയറിയത് എൻ്റെ കസിനാണ് കേട്ടോ. ബാലു എന്നാണ് പേര്. അപ്പം നമ്മൾ മൂന്നും കൂടാണ് ഇന്ന് പോണത്. ഇതാണ് നമ്മുടെ മൈനാഗപ്പള്ളി ജംഗ്ഷൻ. ഞാൻ മൈനാഗപ്പള്ളിക്കാരിയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഭാരത് ബേക്കറി കേട്ടോ. പണ്ട് മുതൽ ഇവിടെ നിന്ന് സാധനം വാങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ പോകാൻ പോലും ഇല്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം സൂപ്പർ മാർക്കറ്റൊക്കെ വന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ സൂപ്പർ മാർക്കറ്റിലായിട്ടാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 2 കിലോമീറ്റേഴ്സ് പോലും ഇല്ല ഓഡിറ്റോറിയത്തിലോട്ട്. ഇതാണ് ഗൈസ് ഓഡിറ്റോറിയം. AC ഓഡിറ്റോറിയം കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വരുന്നത്. സേതുലക്ഷ്മി ആൻഡ് അനന്തു എന്നാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര്. പിന്നെ ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണും. എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനും എൻ്റെ അമ്മയുടെ വീഡിയോ ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ദാ നിൽക്കുന്നു എൻ്റെ അനിയൻ. എന്താണെന്ന് പറഞ്ഞോട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ഇച്ചിരി സുന്ദരനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അത് എടുത്തില്ലേ വീഡിയോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കിടിലൻ ചിക്കൻ കറി ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ സംഭാവനയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റ് വരെ കയറണം. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നതിന് മുന്നേ വരെ മഴയില്ലായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ അങ്ങോട്ട് കയറി സാധനമെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പൂര മഴ. കണ്ടോ മഴ? പക്ഷെ മഴ നന്നായിട്ട് പെയ്തില്ല അങ്ങോട്ട്. വീട്ടിലൊക്കെ അത്യാവശ്യം ഇപ്പം പഞ്ചായത്ത് അനുസരിച്ചാണല്ലോ മഴ പെയ്യുന്നത്. അങ്ങനെ പിന്നെ മഴയൊക്കെ നനഞ്ഞു കേട്ടോ. ഞാൻ ഗേറ്റ് തുറക്കണമായിരുന്നു. പിന്നെ ദാണ്ട ഞാൻ വീട്ടിലെത്തി. എങ്ങനെ ഒരുങ്ങി